ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും, സബാ ഖൈർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എന്താണ് ഇന്നിപ്പോൾ 27/1/2026? എന്താണ് ഇന്നത്തെ സബ്ജക്റ്റ്? പലപോലും പല വിഷയങ്ങളുമായിട്ട് പറയുന്നുണ്ട്, ഇന്നത് പറയണം എന്നുള്ള. അപ്പോൾ ഓരോ ദിവസം ഓരോരോ വിഷയങ്ങൾ നമ്മളിങ്ങനെ തിരഞ്ഞെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കും. ആ ദൗത്യം തുടരട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ദൗത്യങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുക എന്നുള്ള ആ ഒരു വാക്യാണ് നിങ്ങൾക്ക് ഇന്ന് തരാനുള്ളത്. നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ഓരോ കാര്യങ്ങൾ, നമ്മളെ ജോലിയിലായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ, നമ്മളുടെ കുടുംബത്തിനോടായിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഭരണ കാര്യങ്ങളിലായിക്കോട്ടെ, പ്രത്യേകിച്ച് എനിക്ക് ഒരു ഉപദേശം പറയാനുള്ളത്, ഒരു ഉപദേശം എന്നല്ല, ഞാൻ ആരോടും പറയുന്നത്, നമ്മളൊരു എങ്ങോട്ടെങ്കിലും നമ്മളൊന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പാർട്ടിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിലേക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാര്യം വിനിയോഗിക്കാൻ ശ്രമിക്കരുത്. പൊതുജനത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പൊതുജനസേവനം നടത്തുക എന്നുള്ള ഒരു ദൗത്യം നമ്മൾ മുന്നോട്ട് നയിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും പല നിലക്കുള്ള ആവശ്യങ്ങളുമായിട്ട് സമീപിക്കുന്ന ആളുകളെ, പൊതുജനത്തിനെ, അവർക്ക് വേണ്ടി നമ്മൾ നിലയുറപ്പിക്കണം. അല്ലാതെ എന്തെങ്കിലും ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതിന് വേണ്ടിയിട്ടോ മുന്നിട്ടിറങ്ങരുത് എന്നാണ് എനിക്ക് ഭരണകർത്താക്കളോട്, നേതൃത്വം വഹിക്കുന്നവരോട്, ഞാനാണെങ്കിൽ പോലും, എൻ്റെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും എനിക്ക് അവരോടും എനിക്ക് പറയാനുള്ളത് ആ ഒരു വാക്കാണ്. കടമകൾ പൂർണ്ണ ഉത്തരവാദിത്തങ്ങളോടുകൂടി നിർവഹിക്കുക, ദൗത്യങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കുക. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ദൗത്യങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുക. ആ ഒരു വിഷയമായിട്ട് തന്നെയാണ് എനിക്ക് തുടരായി സംസാരിക്കാനുള്ളത്. നമ്മളുടെ ലഭിക്കുന്ന ഓരോ പദവിക്കും അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്. ഏത് പദവി ലഭിച്ചോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, ട്രഷറർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, വൈസ് ചെയർമാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൺവീനർ ആയിക്കോട്ടെ, എന്ത് പദവികൾക്കും അതിൻ്റേതായ ദൗത്യം നമ്മൾ നിർവഹിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോന്നിനും അതിൻ്റേതായ രീതികളുണ്ട്. ജനങ്ങളുടെ ആയിട്ട് ഇടപഴകുന്നതിന് വേണ്ടി നമ്മൾക്ക് കിട്ടുന്ന ഭരണങ്ങൾ, അതായത് കിട്ടുന്ന അധികാരങ്ങൾ, അത് എല്ലാവരിലേക്കും എത്തിക്കാൻ, എല്ലാ കേന്ദ്രങ്ങളിലേക്കും എത്തിക്കാൻ, അവനവൻ്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയുക, അതിൽ കാപഢ്യമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജരാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒരുപാട് സ്വാധീനം ചെലുത്തേണ്ട മേഖലകളുണ്ടാവും. ഒരുപക്ഷെ ആളുകൾ പല രീതിയിലും നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കണം. ആ ഒരു കാര്യത്തിൽ എല്ലാവരോടും തുല്യ സമീപനം എടുക്കണം എന്നുള്ളതാണ്. ഇത് ചില കാര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അനാവശ്യ ഇടപെടലുകൾ നടത്തിയിട്ട് ഒരു കാര്യമില്ല. അവനവൻ്റെ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് പൂർണ്ണ ബോധ്യത്തോടു കൂടി നിർവഹിക്കുക. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ദിവസം വീഡിയോ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എല്ലാം നല്ല ദൗത്യത്തോടുകൂടി എല്ലാം കൃത്യമായിട്ടാണ് ചെയ്യുന്നത് ചോദിക്കും. പരമാവധി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ പുലർത്താൻ, എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
പാകപ്പിഴകൾ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വന്നിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ ബോധ്യം വേണം. എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളത് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഇടപെടണ്ടേ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അത് സംസാരിക്കേണ്ടതാണോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പറ്റാത്ത വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അവരെ മനസ്സും അവരുടെ സമയവും അവരുടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമുള്ളൂ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുകൊണ്ട് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷയം മാറിപ്പോകാനല്ല, നമ്മളിൽ അർപ്പിച്ചിട്ടുള്ള ദൗത്യം അത് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പല രീതിയിലും ആളുകൾ പലതിനെയും വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. എനിക്ക് ഇപ്പോൾ ഈവൻ പഞ്ചായത്ത് മെമ്പറായാൽ പോലും പഞ്ചായത്ത് മെമ്പർ പോലും അതിൻ്റേതായ സ്ഥാനം അവർക്കുണ്ട്. അവർക്ക് അതിൻ്റേതായ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് അല്ലേ. അപ്പം അതൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കരുതും, എന്താ ഇയാൾ ഈ വണ്ടി കയറിയിരുന്നിട്ട് സംസാരിക്കുന്നത്, യാത്രയിലാണോ? യാത്രയിലല്ല, ഞാൻ വണ്ടി ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് ജനങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തി സ്വസ്ഥമായിട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിവിടെ അന്നം തരുന്ന നാടിൻ്റെ ഭരണകർത്താക്കളെയും ഭരണസ്ഥിരാ കേന്ദ്രങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാനൊരു അവസരം വിനിയോഗിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് ഇകഴ്ത്താൻ പറ്റില്ല, പുകഴ്ത്താനേ പറ്റുള്ളൂ. 1000, 10,000, കോടിക്കണക്കിന് അവരുടെ മഹത്വങ്ങൾ പറഞ്ഞാലും നമുക്ക് തീരൂല. കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് മാതൃകാപരമായി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിന് നമ്മൾ പ്രത്യേകിച്ച് ഇത്തരം നാടുകളൊക്കെ വളരെയധികം ബഹുമാനം അർഹിക്കുന്ന ഈ ഒരു കാര്യത്തിൽ അവരൊക്കെ നമ്മൾ എപ്പോഴും വളരെ അവരെന്നും ഉയർന്ന നിലയിലെത്തട്ടെ എന്ന്, എന്നും അവർക്കത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും അവനവൻ്റെ ദൗത്യങ്ങൾ, കൃത്യനിർവഹണങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കണം എന്നുള്ളതിനാണ് എനിക്ക് എന്നും പറയാനുള്ളത്. ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഉമ്മാൻ്റെ വീഡിയോ ഇട്ടത് കുറച്ചായിപ്പോയി എന്ന് പറയാനുണ്ട്. പക്ഷേ എനിക്ക് ഉമ്മാൻ്റെ കാര്യത്തിൽ പറയണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒന്നും പോരാ. ഉമ്മാൻ്റെ ആ സാമീപ്യം, ഉമ്മാൻ്റെ ആ സ്മെല്ല്, ഉസ്മാൻ്റെ ആ ഒരു മണം പോലും എനിക്കിപ്പോഴും എൻ്റെ മൂക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറയണമെങ്കിൽ ഒരുപാടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്ത ദിവസങ്ങളിടും ഇൻഷാ അല്ലാഹ്. ഒക്കെ സർവശക്തൻ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, എൻ്റെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഈ ഭരണകേന്ദ്രങ്ങളിലൊക്കെ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ്: ദൗത്യങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ എൻ്റെ ആശംസകൾ അറിയിക്കാൻ. എൻ്റെ കൂട്ടുകാരൊക്കെ വലിയ നല്ല നിലയിലെത്തിയ ചങ്കുകളുണ്ട് ഭരണകേന്ദ്രങ്ങളിലൊക്കെ. പഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളതായിക്കോട്ടെ, നിയമസഭ ആയിക്കോട്ടെ, ലോകസഭ ആയിക്കോട്ടെ, അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വിനയത്തോട് പറയാനുള്ളത്, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഒരു ഭാഗം മാത്രം നോക്കാതെ എല്ലാവർക്കും വേണ്ടി ഒരേ രീതിയിൽ വിനിയോഗിക്കണമെന്നാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.